ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം കാണാം നോമ്പിൻ്റെ. ഇന്നിപ്പോൾ ഞാനിതാ പച്ചപ്പട്ടാണി ഇല്ലേ, അതും ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് മറ്റേ നമ്മൾ കുറുമ വെക്കില്ലേ, അതാണ് വെക്കുന്നത് കേട്ടോ. അതിൽ പച്ചപ്പട്ടാണി, ഉള്ളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, തക്കാളി, ഗ്രീൻ പീസ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്, അത്, ക്യാരറ്റ്, ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതിട്ടിട്ട് അത് വേവിക്കാൻ വെക്കാം കേട്ടോ. അതങ്ങനെ അടച്ച് വെച്ചു, അവിടെ വെച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം, ചപ്പാത്തി കുഴച്ച് വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് ഇത് മതി, എനിക്ക് കാര്യമായിട്ട് വേണം. കാരണം ഇന്നലെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ട് വന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ബിരിയാണി ഉണ്ട്, തരി കാച്ചിയത്, ബീഫ് എല്ലാം ഇരിക്കുന്നുണ്ട്. എന്നാലും എനിക്കെന്തോ ഇത് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ പിന്നെ ശരി ഇതിലേക്ക് നിന്നു. അപ്പോൾ എനിക്കും ഉമ്മാക്കും കുട്ടിക്കാനേ ഇത് ആവശ്യമുള്ളൂ. ഇക്കാക്ക് പിന്നെ ബിരിയാണി മതി പറഞ്ഞു. ഇക്കാക്ക് പിന്നെ ബിരിയാണി ആയിട്ട് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇക്കാക്ക് അങ്ങനെ അത് മതി പറഞ്ഞപ്പോൾ ഞാൻ ഇത് കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എന്നിട്ടും ബാക്കിയാകുകയാണ്, ചപ്പാത്തിയൊക്കെ ബാക്കിയായി കേട്ടോ. പിന്നെന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ. നോമ്പായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടോ? എന്താ എത്ര പെട്ടെന്ന് 13 നോമ്പായില്ലേ. പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വർത്താനം, എല്ലാവരും വർത്താനം പറയൂ. അങ്ങനെ അതൊക്കെ കൂട്ടി റെഡിയായ ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കുക്കർ അടച്ച് വേവിച്ച് വെച്ചു. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേഗം പരത്തി. ഇപ്പോൾ തന്നെ സമയം ഒരു 5:30 5:45 ആകാനായിട്ടോ. അപ്പോഴാണ് ഞാൻ അടുക്കളയ്ക്ക് കയറിയില്ലേ, അസർ കഴിഞ്ഞിട്ട് കയറുന്നതാണ്. ഇന്നിപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ട് തന്നെ ഞാൻ 5:15 ആകുമ്പോഴാണ് കയറിയത്. കാരണം വയ്യ, എനിക്ക് ഭയങ്കരമായ ക്ഷീണം വരുന്നുണ്ട്, എന്താ അറിയില്ല, കാലൊക്കെ വേദനയുണ്ട് നല്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്നു. ഉച്ചയ്ക്കും അങ്ങനെ എന്താ ഇപ്പോൾ പരിപാടി രാവിലത്തെ. ഇന്നിപ്പോൾ നമുക്ക് നോമ്പായതുകൊണ്ട് മല്ലിക്കെട്ട് പണിയൊന്നും രാവിലെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ അടക്കും, പിന്നെ എണീക്കും, കുട്ടീനെ കൊണ്ടുവരാൻ പോകും, അങ്ങനെയൊക്കെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതായിരിക്കും ഞാൻ അരപ്പ് കൂട്ടിയിട്ടാണ്, തേങ്ങ വറുത്തരച്ചു. വറുത്തൊക്കെ പറഞ്ഞാൽ ഇതിലേക്ക് വറുത്തരയ്ക്കുമെന്ന് സംശയം. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറേ കഷ്ണം ഇഞ്ചി, മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് അത് നന്നായിട്ട് വറുത്തിട്ടാണ് അരച്ചതിലേക്ക് കൂട്ടിയത്. അപ്പോഴേക്കും ഇതാ കംപ്ലീറ്റ് ചപ്പാത്തിക്കും പരത്തി എടുത്തു കേട്ടോ. അതാണ് ഞാനത് ഉരുട്ടണ, അത് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ഇന്ന് ജ്യൂസായിട്ട് ഇപ്പോൾ ഒന്ന് കൈതച്ചക്കയുണ്ട്, ഓറഞ്ചും ഉണ്ട്, അത് രണ്ടും അടിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായി എന്നുള്ള പഴത്തിൻ്റെ ഷേക്കും ഉണ്ടല്ലോ, ആ ഷേക്ക് ഫസ്റ്റ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും. പിന്നെ ഇക്കാക്ക് വെൽഡിങ് വർക്കാണ്, ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് വർക്കൊക്കെ നിർത്തി. അപ്പോൾ പിന്നെ ഇക്കാക്ക് എന്തായാലും ദാഹിച്ച് വന്നിട്ട് വരും. വെറും വെള്ളം തന്നെ വേണ്ടിയുള്ളൂ, ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ ഇനിയിപ്പോൾ ആ ടൈമിൽ ഇക്കാക്ക് ബിരിയാണിയൊക്കെ ബീഫൊക്കെ ചൂടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അത് നേരെ ആക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ പെലച്ചയ്ക്ക് പറഞ്ഞാൽ രസം പിന്നെ സ്രാമി വറുത്തത് അത് തന്നെ എടുക്കും. പിന്നെ ഇക്കാക്ക് മുട്ട വറുക്കും, മുട്ട പുഴുക്കും, അങ്ങനെയൊക്കെ തന്നെ. പിന്നെന്താ, പിന്നെ പള്ളിക്കഞ്ഞി ഉണ്ടാവും. അപ്പോൾ പള്ളിക്കഞ്ഞി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കും, അങ്ങനെ പോണു. പിന്നെ ചപ്പാത്തി കംപ്ലീറ്റ് പരത്തിയെടുത്ത് ചുട്ടെടുത്തു കേട്ടോ. നമ്മൾ ഹാട്ട് ബോക്സിലേക്ക് ഇടുമ്പോൾ അത് ഫസ്റ്റ് കംപ്ലീറ്റ് ഇട്ടാൽ പിന്നെ അതിന് മറിച്ചിടണം കേട്ടോ. അപ്പോഴാണ് അടിയിലേക്ക് ആവിയൊക്കെ റെഡിയായി കറക്റ്റായി വരുള്ളൂ. പിന്നെ ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കിയിട്ട് ഞാൻ അതൊരു പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ പിന്നെ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ കറിയും എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു കണ്ടോ. വെള്ളമൊക്കെ തിളച്ച് എല്ലാം റെഡിയാക്കി, കറിയൊക്കെ നല്ല കുറുകി വന്ന് നമ്മുടെ കുറുമക്കറി. പിന്നെ ഓറഞ്ച് ജ്യൂസിനുള്ളത് ഒഴിച്ച് വെച്ചു, കൈതച്ചക്കയ്ക്ക് ഇതൊക്കെ ആക്കി വെച്ചു, അതെല്ലാം റെഡിയാക്കി. പിന്നെ കുട്ടി അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. ഉമ്മ ഉണ്ടല്ലോ അപ്പുറത്ത്, ഉമ്മക്ക് അങ്ങനെ ഓടുകയുള്ളൂ. പിന്നെ എല്ലാ ജ്യൂസും എല്ലാം കൊണ്ടുപോയി വെച്ചു. ഇക്ക വന്നു കേട്ടോ. അപ്പോഴേക്കും 6:15 6:20 ആയി. ഇക്ക വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാനും ഒക്കെ എല്ലാവരും കൂടി നോമ്പ് തുറന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക. ബായ്.